ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കൊളപ്പുറം ഭാഗത്താണ് വന്നിട്ടുള്ളത്. കൊളപ്പുറം ഭാഗത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ എയർപോർട്ട് റോഡിന്റെ ഭാഗത്തേക്ക് പുതിയൊരു ഭാഗം പുതുതായിട്ട് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ കാണാം, ഇവിടെയുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കൊളപ്പുറം ടൗണ്. പഴയ ഹൈവേ ഇതായിരുന്നു. ഈ ഭാഗത്താണ് വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇതാണ് കാണുന്നത് എയർപോർട്ട് റോഡ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈഡറുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ പുതിയ ഹൈവേ കാണാം. നമുക്ക് അതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന പുതിയ ഹൈവേന്റെ മുകളിലൂടെ കടന്നു വരുന്ന ഓവർപാസിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എയർപോർട്ട് റോഡിലേക്ക് ആണ് ഇപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പുതിയ റോഡിന്റെ നിർമ്മാണം തുടങ്ങാൻ ഉള്ള തയ്യാറെടുപ്പാണ്. അതിന്റെ ഭാഗമായിട്ട് കാണാം അവിടെ കുറെ കടകളൊക്കെ പൊളിച്ചിട്ടുണ്ട്. അത് JCB മറ്റുള്ള വാഹനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ കുറെ ഭാഗത്ത് ഡിവൈഡറുകളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ഡിവൈഡറുകൾ പൊളിച്ചിട്ടുണ്ട്. കാണാം നമുക്ക് ഇവിടെയൊക്കെ തൊട്ട് മുന്നിൽ തന്നെ ഡിവൈഡറുകളൊക്കെ പൊളിച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ട് റോഡിന്റെ ഭാഗത്തേക്ക് വലിയൊരു മാറ്റം തന്നെയാണ് വരുന്നത്. അതുപോലെ ചെമ്മാട്, പരപ്പനങ്ങാടി, തിരൂരങ്ങാടി ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി സുഖമായ ഒരു യാത്ര ഇതുവഴി വർക്ക് കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അതിനു വേണ്ടി കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ വേണ്ട വർക്കാണ്. ഇതെന്തുകൊണ്ട് വൈകിപ്പോയി അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗത്ത് വരുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്തു മാറ്റി ഇവിടെ ഒരു നല്ലൊരു ഡിസൈനിൽ കൊണ്ടുവരേണ്ടതാണ്. ഹൈവേ അതോറിറ്റി അതൊന്നും എടുത്തിട്ടില്ല. ഇവിടെ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഹൈവേൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിരിൻ്റെ ഒക്കെ ഈ കല്ല് കൊടുത്തത് കാണാം. ഇതൊരു മഞ്ഞ കുറ്റി കണ്ടില്ല, ഈ കുറ്റിയിലാണ് ഇവരെ അതിര് വരുന്നത്. അത്രയും ഭാഗമാണ് ഹൈവേൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെയൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണാം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന കടകളൊക്കെ പൊളിച്ചു മാറ്റിയതിന് ശേഷം 1 ലെവൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഇതുപോലുള്ള കുറ്റി കൊടുത്ത് കാണുന്നുണ്ട് മഞ്ഞ കളറിൽ. അപ്പൊ ഇത്രയും ഭാഗത്താണ് വർക്ക് നടക്കാനുള്ളത്. അവിടെ കാണുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. അപ്പൊ ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഓവർപാസ്, അണ്ടർപാസിന്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം, ഞാൻ അറിയാതെ ഓവർപാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ കടന്നു പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കൂരിയാട് ഭാഗത്ത് വർക്കൊക്കെ നടക്കുന്നത്, നമ്മളെ ഹൈവേ പാലം വർക്ക് നടക്കുന്നത്. അപ്പോൾ കൂരിയാട് പാലം റോഡൊക്കെ തകർന്നത് നിങ്ങൾക്കറിയാം. വലിയൊരു നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് വർക്കുകളൊക്കെ ഇവിടെ കാണാം. നമുക്ക് ഇവിടെ ഗർഡറുകളൊക്കെ നിർമ്മിക്കുന്നത് കാണാം. ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. കൊളപ്പുറം ഭാഗത്തെ ഹൈവേയിൽ നേരത്തെ വർക്കൊക്കെ കഴിഞ്ഞ ഭാഗമാണ്. ആ ഭാഗത്ത് വെച്ചാണ് ഇപ്പോൾ ഗർഡറുകൾ നിർമ്മിക്കുന്നത്. ഇവിടെ നിർമ്മിച്ച ഗർഡറുകൾ സെറ്റായതിൻ്റെ ശേഷം ഇവിടുന്ന് വലിയ ട്രോളി അങ്ങനെയുള്ള വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് അങ്ങോട്ട്. കുളപ്പുറം ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പം വർക്കുകൾ നടക്കുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാം കൂരിയാട് എന്തായി സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വർക്കേഴ്സ് കാണാം നമുക്ക്. ഇതൊക്കെ വർക്കുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിലൂടെ വളരെ വേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയാണ് കൊളപ്പുറം ഭാഗത്ത് വരുന്ന ഒരു വർക്കുകൾ കാണാം. ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് ഇതാ പറഞ്ഞത്, വളരെ കുറഞ്ഞ ബിൽഡിങ്ങുകൾ ഇവിടുന്ന് ഇങ്ങനെ ഇത്രയും ഭാഗത്ത് കുറേ പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഇതൂടെ പൊളിച്ച് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഡിവൈഡറുകളൊക്കെ കൊടുത്ത് ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്താൽ വലിയ മാറ്റം തന്നെ ആയിരിക്കും. അതൊന്നും ചെയ്യാതെ ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഭാഗത്താണ് ഇപ്പോൾ കടകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. ഈ ഒരു വർക്കാണ് ഇപ്പോൾ ഇനി നടക്കാനുള്ളത്. ഈ വർക്കൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചെയ്യേണ്ട വർക്കുകളാണ്. എയർപോർട്ട് റോഡ് പറഞ്ഞാൽ നിർബന്ധമായിട്ടും വീതി കൂട്ടി നവീകരിക്കേണ്ട ഒരു റോഡും കൂടെയാണ് ഇത്. പരപ്പനങ്ങാടി, ചെമ്മാട്, തിരൂരങ്ങാടി ഭാഗങ്ങളിൽ നിന്നൊക്കെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ
ഇങ്ങോട്ട് എയർപോർട്ട് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു റോഡും കൂടെയാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടെയാണ്. നമ്മുടെ കുന്നുംപുറം ഭാഗത്തേക്കൊക്കെ എയർപോർട്ടിൻ്റെ ഭാഗം കുണ്ടോട്ടി അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ഇത് വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണ്. എന്തുകൊണ്ട് ഇതിവിടെ നിർത്തി ഇപ്പം ഇങ്ങനെ വർക്ക് പ്രവർത്തിച്ചു എന്ന് അറിയില്ല തുടങ്ങിയെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കുളപ്പുറം ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെയൊക്കെ എന്തെങ്കിലും വർക്കുകൾ ചെയ്തിട്ടുണ്ടോയെന്ന്. ഇനി ഭാവിയിലേക്കും വേണ്ടിയിട്ടും കൂടെ നമുക്ക് കുളപ്പുറം ടൗണിൽ മുതൽ എയർപോർട്ട് റോഡ് വരെ ഈ റോഡ് വികസിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓരോ ദിവസവും പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങുക എന്നല്ല, അതിനനുസരിച്ച് റോഡുകൾ വലുതാകുന്നില്ല. റോഡുകൾ നമ്മൾ കൂടുതലായിട്ട് വീതി കൂട്ടുകയും പുതിയ പുതിയ റോഡുകൾ നിർമ്മിക്കുകയും വേണം. അതാണ് നമ്മുടെ നാടിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ മാത്രം മറ്റുള്ള വികസനങ്ങളൊക്കെ വരുള്ളൂ. റോഡ് നിർബന്ധമായൊരു കാര്യമാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഡിവൈഡറുകളൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഡിവൈഡറുകൾ തന്നെയാണ് കാണാം. പഴയ ഡിവൈഡറുകൾ ആണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു വലിയൊരു രീതിയിലുള്ള മാറ്റം വരുത്താൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ടൗണാക്കി മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് അറിയില്ല. ഇനിയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഈ കുറഞ്ഞ കടകളൊക്കെ എടുത്തു മാറ്റി ഇവിടെ കുറേ പുൽത്തകിടുകളും നല്ല രീതിയിൽ പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാൽ കുറേ ആളുകൾക്ക് ഇവിടെ കച്ചവടങ്ങളൊക്കെ കൂടാനും ദീർഘദൂര യാത്രക്കാരായ ആളുകൾക്ക് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയൊരു ഏരിയയും കൂടെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കൊക്കെ മാറ്റിയാൽ വളരെ നല്ലതായിരിക്കും. ഇതൊക്കെ ഈ പുതിയ ഡിവൈഡറുകളാട്ടാ. ഇവിടെ ഇപ്പോൾ ഹൈവേ വർക്ക് വന്നതിൻ്റെ ശേഷം വന്നതിൽ ആണ് ഈ ഭാഗങ്ങളൊക്കെ ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട്, പുതിയ ഭാഗമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇവിടെ വന്നാൽ കാണാം വ്യക്തമായിട്ട്. അപ്പോൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ നാടിൻ്റെ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ് കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഒക്കെ പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഓരോ ആളുകളുടെ കമൻറ്റുകളും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇതാണ് നമ്മുടെ കൂരിയാട് ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഗർഡറുകൾ ഈ ഭാഗത്താണ് ഫുള്ള് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത്. വർക്ക് കഴിഞ്ഞ ഡിവൈഡറുകളാണ്, ഗർഡറുകളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. കാരണം റോഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ അടച്ച് വെച്ചിരിക്കുകയാണ്. കുറേ മുൻഭാഗത്താണ് ഇപ്പോൾ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. കുളപ്പുറം ടൗണിൻ്റെ ഭാഗത്തൂടെ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ ഒക്കെ എടുത്ത ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ആ ഭാഗത്തൂടെയാണ് ഇപ്പോൾ കൂരിയാട് ടൗണിൻ്റെ പാടത്തൂടെ അങ്ങോട്ട് പുതിയ പാലത്തിലൂടെ കടന്നാണ് കക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇതാണ് ഗർഡറിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഗർഡറുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. ഒരുപാട് ഗർഡറുകളുണ്ട്. പാലം വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. കൂരിയാട് പാടത്ത് പൈലിങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. പൈലിങ്ങുകൾ നടന്ന് അതിൻ്റെ മുകളിൽ പില്ലർ വർക്കുകളൊക്കെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ച് കാണുന്നുണ്ട്, ബൈക്ക് ഓടിക്കരുത്, അതുപോലെ ഓട്ടോ, കാറ് ഇതൊന്നും കടക്കരുത്, ആളുകൾ ഇങ്ങോട്ട് കടന്നു വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബോർഡുകളുണ്ട്. അപ്പോൾ കുറേ മുമ്പ് വർക്ക് കഴിഞ്ഞ് ഇതുപോലുള്ള സെറ്റ് ചെയ്ത് വെച്ചൊരു ഭാഗത്ത്, വെളിയങ്കോട് ഭാഗത്ത് ഇങ്ങനെ രാത്രി കാലങ്ങളിൽ കുറേ സുഹൃത്തുക്കൾ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ വന്നിട്ട് റെസ്റ്റ് എടുക്കാനും കളിച്ച് നടക്കാനൊക്കെ ഇങ്ങനെയുള്ളൊരു ഭാഗം യൂസ് ചെയ്യാറുണ്ട്. നമ്മളെ നാട്ടിൻപുറത്തുള്ള ആളുകൾ നടക്കുന്ന പോലെ അങ്ങനെ ഒരു സമയത്ത് രാത്രിയിൽ പെട്ടെന്ന് മഴ പെയ്ത സമയത്ത് വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ബൈക്കിന് ഇതുപോലുള്ള കമ്പിയിൽ തട്ടിയിട്ട് മറിയുകയും ഇതുപോലുള്ള കമ്പി ദേഹത്ത് തട്ടി ആള് മരിക്കുന്ന ഒരു വാർത്തയൊക്കെ കേട്ടിരുന്നു. അപ്പം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് വരുമ്പോൾ
അല്ലാതെ വരുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ നടക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അരൂർ ആലപ്പുഴ ഭാഗത്തൊക്കെ ആക്സിഡൻറ്റ് ഇതുപോലുള്ള വലിയ ബീമുകൾ പൊട്ടി വീഴുന്ന വാർത്തകളൊക്കെ കേട്ടു. അപ്പം ഇങ്ങനെ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് കഴിയുന്നത്രയും നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യമായ ആളുകളൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിർമ്മിച്ച് വെച്ച റോഡ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആവുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെ റോഡൊക്കെ ആകെ വൃത്തികേടായി കണ്ടില്ലേ? കുറേ ഭാഗത്ത് സിമെൻറ്റും ആകെ മറ്റ് വേസ്റ്റുകളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ഗർഡറുകൾ ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം വരെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലത്തിന് വേണ്ട മുഴുവൻ ഗർഡറുകളും ഇവിടുന്ന് തന്നെയാണ് ഇങ്ങനെ നിർമ്മിക്കുന്നത്. കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ. വളരെ നല്ല രീതിയിൽ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ വലിയൊരു സംശയമായിരുന്നു കുറേ പേർക്ക് നമ്മുടെ ഹൈവേൻ്റെ സർവീസ് റോഡ് വരുന്നത്. സർവീസ് റോഡ് 1 വേ ആണോ 2 വേ ആണോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. അതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറും NHAയുടെ ആളുകളും കൂടി ചർച്ചകളൊക്കെ ചെയ്ത് മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് വരുന്ന എല്ലാ ഭാഗത്തും സർവീസ് റോഡ് 1 വേ തന്നെയാണ്. അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ പോസ്റ്ററുകളായിട്ടും ഷോർട്ട് വീഡിയോകളായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഫേസ്ബുക്കിലും ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതേ പേര് തന്നെയാണ് കേരള ഫോർ യു. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യണ വലിയൊരു ഇരുമ്പിൻ്റെ ഒരു ബോക്സാണിത്. അതിൻ്റെ മുകളിൽ ഇത് തല തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ല? അല്ലാതെ ഇങ്ങനെയാണ്. ഇതാ ഇങ്ങനെ ഒരു രീതിയിലാണ് ഇതിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ഓരോ സൈറ്റിൽ നിന്ന് അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോയി അതാകെ നശിച്ചിട്ടുണ്ട് ഇതൊരു വെള്ള ടാങ്ക്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകളും വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കൂരിയാട് ഭാഗത്തുള്ള കാഴ്ചകൾ നോക്കാം. കൂരിയാട് ഭാഗത്ത് വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.